എല്ലാവർക്കും നമസ്കാരം. കേരള പോസ്റ്റ് ഓഫീസിലേക്ക് പോസ്റ്റ്മാൻ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തുടങ്ങിയ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ റിലീസായിരിക്കുകയാണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപേക്ഷിക്കാം. 21,000-ൽ അധികം വേക്കൻസി ഉണ്ട്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആപ്ലിക്കേഷൻ 10 ഫെബ്രുവരി 2025 മുതൽ 3 മാർച്ച് 2025 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 21,000-ലധികം വേക്കൻസി ഉണ്ട്. ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട്. നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ്. രണ്ടാമത്തെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ. മൂന്നാമത്തെ ഡക് സേവക്കാണ്. സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിലേക്ക് 12,000 മുതൽ 29,380 രൂപ വരെ ബേസിക് സാലറി ലഭിക്കുന്നതാണ്. അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിലേക്ക് അല്ലെങ്കിൽ ഡക് സേവ് തുടങ്ങിയ തസ്തികയിലേക്ക് 10,000 മുതൽ 24,470 രൂപ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സ് വരെയാണ് അൺറിസർവ്ഡിന്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തിലും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തിലും ലഭിക്കുന്നതാണ്. PWD കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെ വയസ്സിനുള്ളതും ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ഇതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ടോട്ടൽ വേക്കൻസി 21,413 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനാണ് റിലീസായിരിക്കുന്നത്. ഇത് കേരളത്തിൽ മലയാളമാണ് ലോക്കൽ ലാംഗ്വേജ്. കേരളത്തിൽ അൺറിസർവ്ഡിന് 740 വേക്കൻസി, OBCക്ക് 292 വേക്കൻസി, SCക്ക് 124 വേക്കൻസി, STക്ക് 20 വേക്കൻസി, EWSന് 158 വേക്കൻസി. അങ്ങനെ ടോട്ടൽ കേരളത്തിലേക്കുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1,385 വേക്കൻസിയാണ് കേരളത്തിൽ മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപേക്ഷിക്കുമ്പോൾ 100 രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീഡിയോ ഉപകാരപ്പെട്ടില്ല മറക്കരുത്. അതിന് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം.